to all of you in the precious name of our Lord and Savior Jesus Christ. ഞാൻ ഇന്ന് വായിക്കുവാൻ ഉദ്ദേശിക്കുന്ന വേദഭാഗം ഫിലിപ്പി ലേഖനം 2-ാം അധ്യായം 5 തൊട്ട് 11 വരെയുള്ള വാക്യങ്ങളാണ്. ഫിലിപ്പിയൻ ചാപ്റ്റർ 2 വേഴ്സസ് 5 to 11. ക്രിസ്തുവേശുവിലുള്ള ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോട് സമത്വം മുറുകെ പിടിച്ചു കൊള്ളണം എന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്ത് മനുഷ്യ സാദൃശ്യത്തിലായി തന്നെത്താൻ ഒഴിച്ച് വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി. തന്നെത്താൻ താഴ്ത്തി ക്രൂശിലെ മരണത്തോളം തന്നെ അനുസരണമുള്ളവനായി തീർന്നു. അതുകൊണ്ട് ദൈവം അവനെ ഏറ്റവും ഉയർത്തി സകല നാമത്തിലും മേലായ നാമം നൽകി. അങ്ങനെ യേശുവിൻ്റെ നാമത്തിങ്കൽ സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും മുഴങ്കാലൊക്കെയും മടങ്ങും. എല്ലാ നാവും യേശു ക്രിസ്തു കർത്താവ് എന്ന് പിതാവായ ദൈവത്തിൻ്റെ മഹത്വത്തിനായി ഏറ്റുപറയുകയും ചെയ്യേണ്ടി വരും. പ്രൈസ് ദ ലോർഡ്. ഇത് യഥാർത്ഥത്തിൽ ക്രിസ്ത്യാനിറ്റിയുടെ തിയോളജി വ്യക്തമായ രീതിയിൽ പൗലോസ് അപ്പോസ്തലനിലൂടെ പ്രതിപാദിക്കപ്പെട്ടിരിക്കുന്ന ഒരു ഭാഗമാണ്. വാട്ട് ഈസ് ജീസസ് ഡിഡ്? വാട്ട് ഈസ് ഹി അക്കംപ്ലിഷ്ഡ് അറ്റ് ദ ക്രോസ് ഇൻ കാൽവറി? അതിൻ്റെ എല്ലാം ഒരു വ്യക്തമായ രീതി അവിടെ കാണുന്നു. ലോകം കണ്ടിട്ടുള്ളതിലേക്കും ഏറ്റവും വലിയ മനുഷ്യൻ യേശുവാണ്. ആൽബർട്ട് ഐൻസ്റ്റീൻ ഒരു യഹൂദനായിരുന്നു, ക്രിസ്ത്യാനി ആയിരുന്നില്ല. മോഡേൺ സയൻസിൻ്റെ പിതാവാണ് അദ്ദേഹം, ആൽബർട്ട് ഐൻസ്റ്റീൻ. അദ്ദേഹം യേശുവിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന ഒരു വാചനം ഇങ്ങനെയാണ്: ഐ ആം എ ജൂ ബട്ട് ഐ എം ത്രിൽഡ് ബൈ ദ ലൂമിനസ് ഫിഗർ ഓഫ് ദ നാസറീൻ. ഞാനൊരു യഹൂദനാണ്, ഒരു നസ്രാണിയല്ല. എന്നാൽ നസ്രാനായ യേശു ക്രിസ്തുവിൻ്റെ പ്രകാശപൂരിതമായ വ്യക്തിത്വം, നസ്രാനായ യേശുവിൻ്റെ ലൂമിനസ് ഫിഗർ, അത് പ്രകാശപൂരിതമായ വ്യക്തിത്വം എന്നെ അത്ഭുതപ്പെടുത്തുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അതുപോലെ നെപ്പോളിയൻ ബോണപ്പാർട്ട് നമുക്കറിയാം, അദ്ദേഹം ഒരു വലിയ യോദ്ധാവായിരുന്നു. അദ്ദേഹം കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ഇപ്രകാരമാണ്: ഐ നോ മെൻ ബട്ട് ഐ ടെൽ യു ദാറ്റ് ജീസസ് ക്രൈസ്റ്റ് ഈസ് നോട്ട് എ മിയർ മാൻ. ബിറ്റ്വീൻ ഹിം ആൻഡ് ദ അതർ പേഴ്സൺസ് ഇൻ ദ വേൾഡ് ദർ ഈസ് നോ പോസിബിൾ ടേം ഓഫ് കമ്പാരിസൺ. എനിക്ക് മനുഷ്യരെ അറിയാം, അദ്ദേഹം പറയുകയാണ്. എന്നാൽ നസ്രനായ യേശു ഒരു മനുഷ്യനല്ല. സാധാരണ മനുഷ്യരുമായി അവനെ കമ്പയർ ചെയ്യുവാൻ കഴിയുകയില്ല. അവനെ കമ്പയർ ചെയ്യാൻ പറ്റിയ ഒരു വ്യക്തിത്വവും ലോകത്തിലില്ല. പ്രൈസ് ദ ലോർഡ്. നാം വായിച്ച വേദഭാഗം അനുഗ്രഹീതനായ യേശു ക്രിസ്തു ചെയ്ത കാര്യങ്ങളെക്കുറിച്ച് വിശദീകരിച്ചിരിക്കുന്ന ഭാഗമാണ്. ലോകം കണ്ട ഏറ്റവും വലിയ അത്ഭുത പ്രതിഭാസം കർത്താവായ ക്രിസ്തു യേശു തന്നെയാണ്. സർവശക്തൻ, സർവജ്ഞൻ, സർവവ്യാപിയായ ദൈവം, ആ മഹാദൈവം മനുഷ്യനായി ലോകത്തിലേക്ക് വരികയും ലോകത്തിലേക്ക് വന്നത് തന്നെ നമുക്ക് ഇമാജിൻ ചെയ്യാൻ കഴിയുന്നതിലതീതമാണ്. ഒരു സെർവൻ്റായിട്ട് അവൻ ജീവിച്ചു എന്ന് മാത്രമല്ല, അവൻ ഒരു സാക്രിഫൈസായി തീർന്നുകൊണ്ട് മാനവരാശിക്ക് വേണ്ടി രക്ഷയൊരുക്കി. ആ ദൗത്യമാണ് അപ്പോസ്തലനായ പൗലോസ് ഫിലിപ്പിയ ലേഖനത്തിലൂടെ കാരാഗൃഹത്തിൽ കിടന്നെഴുതുന്നത്. പ്രൈസ് ദ ലോർഡ്. ശക്തിയായ ഒരു ദൈവവചന ഭാഗമാണിത്. ഹല്ലേലൂയ. യേശുക്രിസ്തുവിൻ്റെ മനുഷ്യാവതാരത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വചനമാണ്. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. അതായത് ദൈവം മനുഷ്യനാകുക, സ്തോത്രം. രൂപമില്ലാത്തവൻ രൂപമുള്ളവനായി തീരുക, സർവശക്തൻ സാധാരണ വ്യക്തിത്വമായി തീരുക, സർവത്തിൻ്റെയും ഉടമയും സർവത്തിൻ്റെയും ഭരണാധികാരിയുമായവൻ ഒരു ദാസനെ പോലെ ആയിത്തീരുക. ഹല്ലേലൂയ. അത് ചിന്തിക്കുവാൻ മനുഷ്യ ബുദ്ധിക്ക് കഴിയയില്ല. ഹല്ലേലൂയ. എങ്ങനെ ദൈവത്തിന് മനുഷ്യനായി തീരുവാൻ സാധിക്കും? ഹല്ലേലൂയ. ഇവിടെ നമ്മൾ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മഹത്വമേറിയ 3 സ്വഭാവ വിശേഷതകളെക്കുറിച്ച് ഈ വേദഭാഗത്ത് കാണുന്നു. ഒന്നാമതായി നാം കാണുന്നത് അവൻ്റെ താഴ്മയാണ്, ഹിസ് ഹ്യൂമിലിറ്റി. രണ്ടാമതായിട്ട് പർവ്വതം പോലെ കാണുന്ന അവൻ്റെ സ്വഭാവ വിശേഷം അവൻ്റെ മഹത്വമാണ്, ഹിസ് ഗ്ലോറി. മൂന്നാമതായിട്ട് നാം കാണുന്നത്
കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മെൻറ്റാലിറ്റി അഥവാ മനോഭാവമാണ്. ഈ 3 കാര്യങ്ങളെക്കുറിച്ച് അല്പമായിട്ട് ഈ പ്രഭാതത്തിൽ ചിന്തിപ്പാൻ ഞാൻ ആഗ്രഹിക്കുന്നു. സ്തോത്രം. ഹല്ലേലൂയ. കർത്താവായ യേശു ക്രിസ്തു ഒരു ക്രിമിനലിനെ പോലെ മരിക്കേണ്ടി വരുന്നു. അതാണ് അവൻ്റെ സാക്രിഫൈസ്. നമുക്ക് ആ വിഷയങ്ങളെക്കുറിച്ച് അല്പമായിട്ട് ചിന്തിക്കാം. ക്രിസ്തുമസ് മനുഷ്യ ലോകവ്യാപകമായി മാനവരാശി കൊണ്ടാടുന്ന ഒരാഴ്ചയാണിത്. എന്നാൽ അതിൻ്റെ തിയോളജി അവർ ഗ്രഹിച്ചിട്ടായിരിക്കത്തില്ല. ചിലർ പറയുന്നത് സീസണൽ ഗ്രീറ്റിങ്സ് എന്നാണ്. എന്നാൽ ചില കാർഡുകളിലൊക്കെ പണ്ട് ഞാൻ കണ്ടിട്ടുണ്ട്, ജീസസ് ഈസ് ദ റീസൺ ഫോർ ദ സീസൺ. ഈ കാലഘട്ടത്തിൻ്റെ കാരകൻ കർത്താവായ യേശു ആണ് എന്ന എഴുത്തുകളും ഞാൻ കണ്ടിട്ടുണ്ട്. പ്രൈസ് ദ ലോർഡ്. എന്നാൽ ഒരു താഴ്മ ധരിച്ചുകൊണ്ട് ഒരു സെർവൻഹുഡ് ലൈഫ് ലീഡ് ചെയ്ത് ഒരു സാക്രിഫൈസായ തീരുന്ന യേശു ക്രിസ്തു അവിടം കൊണ്ട് അവസാനിക്കുന്നവനല്ല. സങ്കീർത്തനത്തിൽ നാം വായിച്ചതുപോലെ അവൻ താണു, അവൻ കഷ്ടതയാൽ നിറഞ്ഞു. എന്നാൽ അതിനുശേഷം ഒരു അനുഗ്രഹീത അവസ്ഥയിലേക്ക് കടന്നു വരുന്നത് നമ്മൾ കാണുന്നു. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ജീവിത രീതി അതുപോലെയല്ലേ? അവൻ ശിഷ്യന്മാരുടെ പാദം കഴുകി, അവൻ പാപികളെ രക്ഷിച്ചു, സ്നേഹിച്ചു, രോഗികളെ സൗഖ്യം വരുത്തി. ആ കാലത്ത് ഒരു നല്ല യഹൂദൻ ഒരിക്കലും ഒരു കുഷ്ഠരോഗിയെ തൊടുകയില്ല. അവനത് പകരുമെന്നുള്ള ഭയത്താലാണ് തൊടാത്തത്. എന്നാൽ കർത്താവായ യേശു ക്രിസ്തു ആ കുഷ്ഠരോഗിയെ തൊട്ടപ്പോൾ അവൻ അശുദ്ധനായി തീരുകയല്ല, അവനിൽ നിന്ന് ശക്തി പുറപ്പെട്ടിട്ട് ആ കുഷ്ഠരോഗിക്ക് സൗഖ്യം വരുന്നതായിട്ട് നമ്മൾ കാണുന്നു. ഹല്ലേലൂയ. അനുഗ്രഹീതനായ യേശു ക്രിസ്തു. പ്രൈസ് ദ ലോർഡ്. പര്യാപ്തി എന്താണ്? എല്ലാ നാവും പുകഴും യേശു ക്രിസ്തു കർത്താവ് എന്ന പിതാവിൻ്റെ നാമമഹത്വത്തിനായി പറയേണ്ടി വരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ചിലർ സന്തോഷപൂർവ്വം ആയിരിക്കത്തില്ല പറയുന്നത്, എങ്കിലും അവർ പറയേണ്ടി വരും യേശു ക്രിസ്തു സകലത്തിനും കർത്താവ് എന്നവർ പറയേണ്ടി വരും എന്നവിടെ കാണുന്നു. ഹല്ലേലൂയ. പ്രൈസ് ദ ലോർഡ്. കർത്താവായ യേശു ക്രിസ്തു നിത്യതയിൽ ആരാണ്? അടുത്തുകൂടാത്ത പ്രഭയിൽ വസിക്കുന്നവൻ, പ്രഭാപൂരിതൻ, സാക്ഷാൽ ദൈവം, സകലത്തെയും തൻ്റെ വായിൻ വചനത്താൽ ഉരുവാക്കിയവൻ. അതാണ് നമ്മൾ കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് കാണുന്നത്. അതേക്കുറിച്ച് അതിൻ്റെ ഗ്രീക്ക് പദപ്രയോഗം ഇങ്ങനെയാണ്, മോർഫേ എന്നുള്ള പദമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ എസൻസ്. അവനിലെ എസൻസ് ദൈവമാണ്, മഹത്വമാണ്, തേജസ്സാണ്, ശക്തിയാണ്. അതാണ് അവൻ്റെ സാക്ഷാൽ അവൻ്റെ എക്സിസ്റ്റൻസ്. പ്രൈസ് ദ ലോർഡ്. എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായി എന്ന് പറയുമ്പോൾ, ജഡത്തിൽ നോക്കുമ്പോൾ അവൻ ജഡം ധരിച്ചു, സെർവൻഹുഡായിട്ട് ജീവിച്ചു, പ്രവർത്തിച്ചു, മരിച്ചു എന്നുള്ളതൊക്കെ ശരിയാണെങ്കിൽ പോലും അവനിലെ ഒറിജിനൽ മോർഫേ, എസൻസ്, ദൈവത്വം എന്നുള്ളത് വീണ്ടും അവശേഷിക്കുകയാണ്. പ്രൈസ് ദ ലോർഡ്. നമ്മുടെ ഉള്ള ബന്ധത്തിൽ അതുതന്നെയാണ്. നമുക്കുമുണ്ടൊരു മോർഫേ. നമ്മുടെ മോർഫേ എന്താണ്? നമ്മുടെ ഫിസിക്കലിന് വലിയ മാറ്റം വരുന്നില്ല. ശൈശവം പല തുറകളെ ചേർന്ന് താണ്ടി മരണത്തിലേക്ക്, അല്ലെങ്കിൽ അവസാനം കർത്താവിൻ്റെ വരവിന് താമസിച്ചില്ലെങ്കിൽ കർത്താവിൻ്റെ സ്വാമി വരത്തുമിൽ നമ്മൾ എടുക്കപ്പെടും, അതല്ലെങ്കിൽ മരണം. ഈ അവസ്ഥയിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ പല സ്റ്റേജിലൂടെ കടന്നു പോവുകയാണ്. അതായത് നമ്മുടെ മോർഫയ്ക്ക് മാറ്റം വരുന്നു. ഒന്ന്, നമ്മളൊരു എംബ്രിയോ ആയി രൂപാന്തരപ്പെടുന്നു, എഗ് ആൻഡ് സ്പേം അതിൻ്റെ യൂണിയനിൽ. അത് കഴിഞ്ഞ ശേഷം അതൊരു ഫീറ്റസായി രൂപാന്തരപ്പെടുന്നു. അപ്പോൾ എംബ്രിയോ ഒരു ഫീറ്റസായി രൂപാന്തരപ്പെട്ടിട്ട് ഒരു ന്യൂ ബോൺ ബേബിയായി മാറ്റപ്പെടുന്നു. ആ ന്യൂ ബോൺ ബേബി ഒരു ടോഡ്ലർ, അല്ലെങ്കിൽ ഒരു 2 വയസ്സൊക്കെ ഉള്ള പ്രായമുള്ള കുഞ്ഞുങ്ങൾ, ആ അവസ്ഥയിലേക്ക് പോയിട്ട് ഒരു പ്രീ ടീനേജ്, ആ പ്രീ ടീനേജ് കഴിഞ്ഞിട്ട് ടീനേജ് കഴിഞ്ഞിട്ട് അഡൽട്ട്ഹുഡ് കഴിഞ്ഞിട്ട് ഹോണറി അഡൽട്ട് എന്ന് പറഞ്ഞാൽ ഞങ്ങളൊക്കെ ആദ്യപ്പെടുന്നവരാണ്, സീനിയേഴ്സായിട്ടുള്ള ആളുകൾ. ആ രീതിയിൽ അഡൽട്ട്ഹുഡിലേക്ക് കടന്നു വന്ന് അവസാനം നമ്മുടെ ബാലം പറഞ്ഞതുപോലെ നമ്മുടെ ആയുസ് കുറഞ്ഞ്, നമുക്ക് എത്ര വർഷമുണ്ടെന്ന് വെച്ചാൽ അതിൽ നിന്ന് ഓരോ വർഷം ഓരോ ആണ്ടും കഴിയുമ്പോൾ കുറഞ്ഞു വരുന്നു എന്നുള്ള ഒരു നിലപാടിൽ പോകുന്നു. അതാണ് നമ്മുടെ മോർഫേ. എന്നാൽ നമ്മുടെ ശരിയായിട്ടുള്ള എസൻസ് നമ്മുടെ അന്തരാത്മാവിലുള്ള നമ്മുടെ ഇന്നർ മേനാണ്.
ആ ഇന്നർ മേനെ വേണ്ട രീതിയിലുള്ള ചേഞ്ച് വരുന്നില്ല. എന്ന് പറഞ്ഞാൽ അത് സ്പിരിറ്റാണ്. ദൈവം നമ്മിലേക്ക് പകർന്നിരിക്കുന്ന, വീണ്ടും ജനനത്തിലൂടെ പകർന്നിരിക്കുന്ന ആ ആത്മാവാണ് നമ്മളിലെ ഇന്നർ മേൻ. ആ ഇന്നർ മേൻ അവസാനമായിട്ട് എക്സിസ്റ്റ് ചെയ്യും. ഹല്ലേലൂയ. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഹി ഡിഡ് നോട്ട് കൺസിഡർ റോബറി ടു ബി ഗോഡ് എന്ന് പറഞ്ഞാൽ റോബ് എന്നുള്ള വാക്കിൻ്റെ അർത്ഥം ബീയിങ് വിത്ത് ഗോഡ് എന്നുള്ള അർത്ഥത്തിലാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ത്രിത്വത്തോടു കൂടെ ഇരിക്കാതെ അതിൽ നിന്ന് ഒഴിഞ്ഞ് വരുന്ന അവസ്ഥയെക്കുറിച്ചാണ് അവിടെ പറയുന്നത്. ഹി ഡിഡ് നോട്ട് കൺസിഡർ ഇറ്റ് ആസ് റോബറി എന്ന്. റോബറി എന്ന് പറഞ്ഞാൽ അവിടെ ഉദ്ദേശിക്കുന്നത് ടു ഹോൾഡ് ഓൺ ടു, എൻ്റെ പൊസിഷൻ ഇതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഹോൾഡ് ഓൺ ചെയ്യുന്ന അവസ്ഥ, അല്ലെങ്കിൽ ഗ്രാബ് ചെയ്യുന്ന അവസ്ഥ, അല്ലെങ്കിൽ ക്ലച്ച് ടൈറ്റ്, ഇങ്ങനെ മുറുകെ പിടിച്ചുകൊണ്ട്, ക്ലച്ച് പിടിച്ചുകൊണ്ട് എൻ്റെ ഈ പൊസിഷൻ ഞാൻ വിടത്തില്ലെന്നുള്ള രീതിയിൽ നിൽക്കുന്ന അവസ്ഥയിലല്ല നമ്മൾ കർത്താവിനെ കാണുന്നത്. മാനവരാശിയുടെ രക്ഷയ്ക്ക് വേണ്ടി മനുഷ്യരൂപമെടുത്ത് ഭൂമിയിലേക്ക് വരുവാൻ ദൈവം കാക്ഷിക്കുന്ന അനുഭവം. മനുഷ്യ ജഡമെടുക്കുന്നു. അത് ഹ്യൂമിലിറ്റി ഇല്ലെങ്കിൽ സാധിക്കത്തില്ല. താഴ്മയുടെ ഒരു അനുഭവമാണ് ബേത്ലഹേമിലുള്ള തൻ്റെ ജനനം തന്നെ. ഹല്ലേലൂയ. He made himself of no reputation. Praise the Lord. ഒരു സ്ലൈവിനെ പോലെ, ഒരു ബോൺ സെർവൻറ്റിനെ പോലെ ജീവിക്കുന്ന ഒരു അനുഭവം. അതാണ് കർത്താവായ യേശു ക്രിസ്തു ജഡം ധരിച്ചതിലൂടെ കാണിച്ച ഒരവസ്ഥ. അതിനെ ഗ്രീക്ക് ടെർമിനോളജിയിൽ പറയുന്ന ഒരു വേർഡുണ്ട്. അതിങ്ങനെയാണ് കെനോസിസ് എന്ന് പറയും. കെനോസിസ് എന്ന് പറഞ്ഞാൽ ഹി എംപ്റ്റീഡ് ഹിംസെൽഫ്. ഹി എംപ്റ്റീഡ് ഹിംസെൽഫ് എന്ന് പറഞ്ഞാൽ തേജസ്വിയായവൻ അതില്ലാത്ത ഒരവസ്ഥയിലേക്ക് താണ് ഇറങ്ങുന്ന അവസ്ഥ. എനിക്ക് കെനോസിസിനെ വിവരിക്കാൻ പ്രയാസമുണ്ട്. കാരണം അതൊരു ബിബ്ലിക്കൽ ടെർമിനോളജിയാണ്, പ്രയാസമുള്ള ഒരു അനുഭവമാണ്. എന്നാൽ അല്പമായിട്ട് അതിനെ മനസ്സിലാക്കാൻ കഴിയുന്നത്, ഒരു മെഴുകുതിരി നമ്മൾ കത്തിച്ച് ഇവിടെ വെച്ചാൽ, ഇരുട്ടുള്ള മുറി ഒരു മെഴുകുതിരി കത്തിച്ച് വെക്കുന്നു. ചില മിനിറ്റുകൾ അല്ലെങ്കിൽ മണിക്കൂർ കഴിയുമ്പോൾ ആ കാൻഡിൽ എരിഞ്ഞ് അവസാനിക്കും. അപ്പോൾ അതുകൊണ്ട് ആ കാൻഡിലിന് എന്ത് നേട്ടം? കാൻഡിൽ എരിഞ്ഞ് ഇല്ലാതായി. മനുഷ്യനോടുള്ള ബന്ധത്തിൽ യേശുവിൻ്റെ ജഡാവതാരം അതുപോലെയാണ് ചെയ്തത്. താൻ എരിഞ്ഞു, താൻ ഒരു സെർവൻറ്റിനെ പോലെ പ്രവർത്തിച്ചു. അവസാനം കർത്താവ് മരിച്ചു, കർത്താവ് അടക്കപ്പെട്ടു. ഇല്ലാതെയാകുന്ന താഴ്മ ധരിച്ചുകൊണ്ട് മാനവരാശിക്ക് വേണ്ടി, ഒരു പ്രകാശം വരുമ്പോൾ അന്ധകാരമാണ്, ചെറിയൊരു മെഴുകുതിരിയാണെങ്കിൽ പോലും അതിൽ നിന്ന് അല്പം പ്രകാശം, തണുപ്പുള്ള സമയത്താണെങ്കിൽ അല്പം ലൈറ്റ്, അല്പം ഹീറ്റ് ഒക്കെയാണ് അതിൽ നിന്ന് ബഹിർഗമിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. അത് ആ മുറിയിലുള്ളവർക്ക് പ്രയോജനം ചെയ്യുന്നു. എന്നാൽ കർത്താവായ യേശു ക്രിസ്തു അങ്ങനെ ഒരു കെനോസിസ്, ആ താഴ്ചയിലൂടെ കടന്നു പോയതുകൊണ്ട് സംഭവിച്ചത്, മാനവരാശിക്ക് മരണത്തിൻ്റെ അവസ്ഥയിൽ നിന്നും, ശാപത്തിൻ്റെ അവസ്ഥയിൽ നിന്നും, നിത്യമായ മരണത്തിൻ്റെ അവസ്ഥയിൽ നിന്നും കർത്താവായ യേശു ക്രിസ്തുവിനെ അംഗീകരിക്കുന്നതിലൂടെ വീണ്ടെടുപ്പ് ലഭിക്കുന്നു, നിത്യജീവൻ ലഭിക്കുന്നു, നിത്യ ആസ്തിത്വം കർത്താവായ ക്രിസ്തയേശുവിനോടുകൂടെ സ്വർഗ്ഗം ലഭിക്കുന്നു. ഇതാണ് അതിൻ്റെ പരിണതമായ ഫലം. ഇതാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. ഈ ക്രിസ്മസ് സീസണിൽ പലരും ബഹളങ്ങളും കച്ചവടങ്ങളും ഒക്കെ നടത്തുന്ന സമയത്ത് ഒരു വിശ്വാസി മനസ്സിലാക്കേണ്ടത് അതാണ്. ഹല്ലേലൂയ. കർത്താവായ യേശു ക്രിസ്തു അവൻ്റെ പ്രിവിലേജ് നഷ്ടപ്പെടുത്തി ഇവിടോട്ട് വന്നതോടുകൂടെ. എന്നാൽ ദൈവത്വം ഉപേക്ഷിച്ചില്ല എന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. അതുകൊണ്ടാണ് യേശു പറയുന്നത്, എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു, ഞാനും പിതാവും ഒന്ന് തന്നെയാണ്. നിങ്ങൾ ഈ ദൈവം എന്ന് പറയുന്ന വ്യക്തിത്വമാണ് ഞാൻ എന്നുള്ളത് വ്യക്തമായ രീതിയിൽ, കൃത്യമായ രീതിയിൽ കർത്താവ് വെളിപ്പെടുത്തി. എന്നാൽ മനുഷ്യരൂപമെടുത്തതിന് രണ്ടുദ്ദേശമുണ്ട്. മാനവരാശിയുടെ രക്ഷ പദ്ധതി എന്നുള്ളത് അതിൽ ഉൾപ്പെടുമ്പോൾ തന്നെ എങ്ങനൊരു മനുഷ്യനെ ജയകരമായി ജീവിപ്പാൻ ഈ ലോകത്തിൽ സാധിക്കും, തൻ്റെ ജീവിതത്തിൻ്റെ എക്സാമ്പിളിലൂടെ അത് കാട്ടിത്തരുന്നു. ഈ രണ്ട് കാര്യങ്ങളാണ് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ജഡാവതാരത്തിലൂടെ കർത്താവ് നേടിയെടുക്കുന്നത്. എന്നാൽ
യേശുക്രിസ്തുവിൻ്റെ മരണത്തിന് തൊട്ട് മുമ്പ് യേശുക്രിസ്തു ഇങ്ങനെ പറയുന്നുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായത്തിൽ, പുത്രൻ നിന്നെ മഹത്വപ്പെടുത്തേണ്ടതിന് പുത്രനെ മഹത്വപ്പെടുത്തണമേ എന്ന് പറയുന്ന ഒരു വാക്യമുണ്ട്. 17-ാം അധ്യായത്തിൻ്റെ നമ്മളത് കാണുന്നുണ്ട്. പുത്രൻ നിന്നെ മഹത്വപ്പെടുത്തേണ്ടതിന് നീ പുത്രനെ മഹത്വപ്പെടുത്തണമേ. ഈ പുത്രൻ എങ്ങനെയാണ് മഹത്വപ്പെട്ടത്? പ്രൈസ് ദി ലോർഡ്. പുത്രൻ മഹത്വപ്പെട്ടത് കാൽവറി ക്രൂശിൽ തകർക്കപ്പെട്ടതിലൂടെയാണ്. കാരണം തൻ്റെ ഉദ്ദേശം, കാര്യപരിപാടി ക്രൂശിൽ യാഗമായി തീരുക എന്നുള്ളതാണ്. എംപ്റ്റിയിങ് ഹിംസെൽഫ്, താൻ ഇല്ലാതാക്കിക്കൊണ്ട് സ്വയം ഒഴിക്കൽ. നമുക്ക് തോന്നും യേശുവിൻ്റെ ക്രൂശീകരണത്തിന് എന്താ പ്രത്യേകത? യഹൂദന്മാർ മരിക്കുമെന്ന് എല്ലാവർക്കും മരണമുണ്ട്. എന്നാൽ ഏറ്റവും കൃത്യം ചെയ്തിട്ടുള്ളവർക്ക് ലഭിക്കുന്ന ഒരു പണിഷ്മെൻ്റാണ് ക്രൂശ് മരണം എന്ന് പറയുന്നത്. ഒരു യഹൂദനോ ഒരു റോമാക്കാർക്ക് അത് കിട്ടത്തേ ഇല്ല. ഒരു റോമാക്കാരനെയും റോമൻ സിറ്റിസനെയും ക്രൂശിൽ കൊല്ലത്തില്ല. അവർ മാന്യമായിട്ട് രീതിയിൽ കൊല്ലുന്നതാണ് വാളിട്ട് വെട്ടിക്കൊല്ലുക, അതുപോലെയുള്ള കാര്യങ്ങൾ. എന്നാൽ ക്രൂശിൽ കൊല്ലുന്നത് ഏറ്റവും നികൃഷ്ടനായ ഒരു വ്യക്തിയെ, റോമൻ പൗരനല്ലാത്ത ഒരു വ്യക്തിയെ മാത്രമേ അങ്ങനെ ചെയ്യുള്ളൂ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ശിഷ്യന്മാരായ പത്രോസും പൗലോസും ഏതാണ്ട് ഒരേ കാലഘട്ടത്തിൽ AD 68 സമയത്ത് റോമിലുണ്ട്. എന്നാൽ ഒരു റോമൻ പൗരനായിരുന്നതുകൊണ്ട് പൗലോസിനെ അവർ വാളുകൊണ്ട് വെട്ടിയാകുന്നത്. കാരണം ഹീ വാസ് എ ബോൺ സിറ്റിസൺ ഓഫ് റോം, ജൂ ആണെങ്കിൽ തന്നെ. എന്നാൽ പത്രോസ് യഹൂദനാണ്, പക്ഷേ റോമൻ സിറ്റിസൺ അല്ല. പത്രോസിനെ ശിക്ഷിച്ചതും കൊന്നതും ക്രൂശ് മരണത്തിലൂടെയാണ്. അത്ര നികൃഷ്ടമായ ഒരു മരണമായിട്ടാണ് അതിനെ കണക്കാക്കിയിരുന്നത്. ആരും അത് ആഗ്രഹിക്കുന്ന ഒന്നല്ല. ആ മരണമാണ്, ആ മരണത്തിന് വിധിക്കപ്പെടേണ്ട എന്നെയും നമ്മളെ ഓരോരുത്തരെയും മനുഷ്യരാശിയെ മുഴുവൻ വീണ്ടെടുക്കേണ്ടതിനു വേണ്ടി കർത്താവായ യേശു ക്രിസ്തു കാൽവറി ക്രൂശിൽ ചെയ്തെടുത്ത ദൗത്യം. യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായം 30-ാം വാക്യത്തിൽ കർത്താവ് പറയുന്നുണ്ട്, ഐ ഡോണ്ട് സീക്ക് മൈ ഓൺ വിൽ. എൻ്റെ ഹിതമല്ല ഞാൻ അന്വേഷിക്കുന്നത്, ഞാൻ അന്വേഷിക്കുന്നത് എൻ്റെ പിതാവിൻ്റെ ഹിതമാണ്. ഞാനൊരു മനുഷ്യനായി വന്നിരിക്കുന്നു, എന്നാൽ ദൈവം ഒരു മനുഷ്യനെക്കുറിച്ച് എന്താഗ്രഹിക്കുന്നു ആ വില്ലാണ് എൻ്റെ ജീവിതത്തിലൂടെ ഞാൻ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നത്. 33.5 കൊല്ലം ഒരു സാക്ഷാൽ മനുഷ്യൻ എങ്ങനെ ജീവിക്കണമെന്നുള്ളത് യേശു കാട്ടിക്കൊടുത്തു. ചിലർ പഠിപ്പിക്കും 12-ാം വയസ്സ് തൊട്ട് 30-ാം വയസ്സ് വരെ യേശു ക്രിസ്തുവിൻ്റെ ചരിത്രമൊന്നും കാണുന്നില്ല. ചിലർ അവിടെ കഥകളുണ്ടാക്കിയിട്ടുണ്ട്. യേശു ഇന്ത്യയിൽ വന്നു, യോഗാഭ്യാസമൊക്കെ ചെയ്തു, അങ്ങനെയാണ് തിരിച്ചുപോയി കാര്യങ്ങളൊക്കെ ചെയ്തു എന്ന് പറയുന്നവരുണ്ട്. ഇന്ത്യക്കാരും പാകിസ്ഥാനികളും ഒക്കെ ചിലർ പറയുന്നവരുണ്ട്. എന്നാൽ തിരുവചനമാണ് നമുക്ക് അടിസ്ഥാനം. തിരുവചനം പറയുന്നു, അവൻ മാതാപിതാക്കന്മാർക്ക് കീഴ്പ്പെട്ട് നസറേത്തിൽ പാർത്തു. അതാണ് യേശു ക്രിസ്തു ചെയ്തത്. മാതാപിതാക്കൾക്ക് കീഴ്പ്പെട്ട് അവരോടൊപ്പം ഇസ്രായേലിൽ തന്നെ പാർത്തു എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന മാതൃക. അത് തന്നെയല്ല, കർത്താവായ യേശു ക്രിസ്തുവിന് ചില നിക് നെയിം ഉണ്ടായിരുന്നു. അതിലൊന്ന് ഇവനാണ് തച്ചൻ്റെ മകൻ. അപ്പോൾ തച്ചൻ എന്ന് പറഞ്ഞാൽ കാർപ്പൻട്രി വർക്ക് ചെയ്യുന്നവരെയാണ് തച്ചൻ എന്ന് പറയുന്നത്. തച്ചൻ്റെ പുത്രൻ, അവനും ഒരു തച്ചനാണ്. അങ്ങനെയുള്ള ഒരു വ്യക്തി എന്നാണ് കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് അവർ പറഞ്ഞിരുന്നത്. പണ്ഡിത കുലത്തിലോ പുരോഹിത കുലത്തിലോ പെട്ടവനല്ല, ഇവൻ തച്ചൻ്റെ മകനാണ് എന്ന രീതിയിൽ അവനെ അധിക്ഷേപിച്ചുകൊണ്ട് പറയുന്നുണ്ട്. അപ്പോൾ യേശു ക്രിസ്തു 30-ാം വയസ്സിൽ കടന്നു വരുന്നത് വരെയും ചെയ്ത ഒരു കാര്യം, അവനൊരു സാധാരണ മനുഷ്യനായി കാർപ്പൻട്രി ജോലിയൊക്കെ ചെയ്ത് നസറേത്ത് പാർത്തു എന്നുള്ള യാഥാർത്ഥ്യമാണ് നമ്മൾ ഗ്രഹിക്കുന്ന വസ്തുത. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ഉദ്ദേശം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ, പിതാവാം ദൈവം മനുഷ്യനെക്കുറിച്ച് എന്താഗ്രഹിക്കുന്നു. ഗത്സമനയിൽ ചെല്ലുന്നു. മനുഷ്യൻ രാശിയിൽ ആദം തൊട്ട് താൻ ജീവിക്കുന്നത് വരെയുള്ള കാലഘട്ടത്ത് ആർക്കും സാധിക്കാത്ത ഒരു കാര്യമാണ് പാപമില്ലാതെ ജീവിക്കുക എന്നുള്ളത്. എന്നാൽ കർത്താവായ യേശു ക്രിസ്തു മാത്രമാണ് ഡിഫറൻ്റായി പാപമില്ലാതെ ജീവിച്ചു. ഹല്ലേലൂയ. കർത്താവിനെക്കുറിച്ച് തിരുവചനം പറഞ്ഞത് ഇങ്ങനെയാണ്, പാപമൊഴികെ സകലത്തിലും നമുക്ക് സമനായി തീർന്നവൻ, നമുക്ക് തുല്യനായി തീർന്നവൻ. പാപം ചെയ്തില്ല എന്നതൊഴിച്ചാൽ യേശു ക്രിസ്തു ലോകത്തിൽ മനുഷ്യരെ പോലെ ജീവിച്ചു. താൻ ഒരിക്കലും പാപം ചെയ്തിട്ടില്ല. എന്നാൽ ഗത്സമനയിൽ വരുമ്പോൾ തനിക്കൊരു പ്രോബ്ലം.
പാപത്തിൻ്റെ ശമ്പളമാണ് മരണം. പക്ഷേ തനിക്ക് മരിക്കണമെങ്കിൽ പാപം തന്നിലേക്ക് ആവഹിക്കപ്പെടണം. എന്നാൽ തന്നിൽ പാപമില്ല. പാപമില്ലാത്തവനെ കൊല്ലാൻ സാധിക്കത്തില്ല. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ മനുഷ്യൻ്റെ പാപത്തെ തന്നിലേക്ക് ഏറ്റെടുക്കുന്ന ഒരു വലിയ പ്രക്രിയയാണ് ഗത്സമനയിൽ നടക്കേണ്ടത്. അതിനെക്കുറിച്ച് പറയുമ്പോൾ താൻ ഒരു ആഗണിയിലായി. പാപമില്ലാത്തവൻ പാപത്തെ ഏറ്റെടുക്കണം. ഈ പാപത്തെ ഏറ്റെടുക്കുക എന്ന് പറയുന്ന കൃത്യത്തിലേക്ക് യേശു കടക്കുന്നത് ഗത്സമനയിലായിരിക്കുമ്പോഴാണ്. പാപത്തെ ഏറ്റെടുക്കുക. അപ്പോൾ യേശു പറയുകയാണ്, ഈ കപ്പ എന്നിൽ നിന്ന് നീങ്ങിപ്പോകണമെന്ന് ഞാൻ ഇച്ഛിക്കുന്നു. കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീങ്ങിപ്പോകണമേ. അപ്പോൾ യേശു ക്രിസ്തുവിൻ്റെ ഒരു അതിർത്തിയാണ് നമ്മളവിടെ കാണുന്നത്. കഴിയുമെങ്കിൽ ഈ മ്ലേച്ഛത എന്നിൽ നിന്ന് നീങ്ങിപ്പോകണമേ. ഈ പാപത്തെ ഞാൻ ഏറ്റെടുക്കുന്നതിൽ നിന്ന് തന്നെ ഒഴിവാക്കണമേ. എങ്കിലും പിതാവിന് കീഴ്പ്പെടുകയാണ്. എൻ്റെ ഇഷ്ടമല്ല, നിൻ്റെ ഇഷ്ടം നടക്കട്ടെ. പാപം ഏറ്റെടുക്കുന്നത് ഇഷ്ടമുള്ളൊരു കാര്യമല്ല യേശുവിനെ സംബന്ധിച്ചിടത്തോളം. ആ യേശു മുഴു ലോകത്തിൻ്റെയും മുഴു പാപവും തന്നിലേക്ക് ആവഹിച്ച് ഏറ്റെടുക്കണം. ആ പ്രക്രിയയിലാണ് ഗത്സമനയിൽ തൻ്റെ രക്തം വിയർപ്പ് തുള്ളികളായി മാറ്റപ്പെടുന്നത്. സ്തോത്രം. അതാണ് നമ്മളവിടെ കാണുന്നത്. അപ്പോൾ ദൈവത്തിൻ്റെ ഹിതം തന്നിൽ നിറവേറ്റുക എന്നുള്ള പ്രക്രിയ നടക്കുന്നത്. ഹല്ലേലൂയ. എന്നാൽ സാത്താൻ്റെ ലൂസിഫറിൻ്റെ സ്വഭാവത്തിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് നമ്മളിവിടെ കാണുന്നത്. ലൂസിഫർ താഴ്മയല്ല, എൻ്റെ ഇഷ്ടമല്ല നിൻ്റെ ഇഷ്ടം ഭവിക്കട്ടെ എന്നുള്ള അവസ്ഥയല്ല പറയുന്നത്. ഐ വിൽ പുട്ട് മൈ ത്രോൺ അപ്പോൺ ദ മൗണ്ടൻസ് ഓഫ് ദ മോസ്റ്റ് ഹൈ. ഞാൻ എൻ്റെ സിംഹാസനം അത്യുന്നതൻ്റെ പർവ്വതങ്ങളിൽ വയ്ക്കും. ഞാൻ അത്യുന്നതനോട് സമ്മനാകും. ഐ വിൽ ഐ വിൽ ഐ വിൽ. ഒരു 5 പ്രാവശ്യം ഒരു 1-2 വാക്യത്തിനുള്ളിൽ പറയുന്നുണ്ട് ലൂസിഫർ. എന്നാൽ കർത്താവായ യേശു ക്രിസ്തു പറയുന്നിടത്തെല്ലാം പറയുന്നു, നോട്ട് മൈ വിൽ ബട്ട് ലെറ്റ് ദൈ വിൽ ബി ഡൺ. പ്രൈസ് ദ ലോർഡ്. ലൂസിഫറിന് ഓപ്പോസിറ്റ് ഒരു ക്യാരക്ടറാണ് നമ്മളവിടെ കാണുന്നത്. സ്തോത്രം. എന്ന് പറഞ്ഞാൽ സകലത്തിൻ്റെയും സൃഷ്ടാവായവൻ സൃഷ്ടിയായി ഭൂമിയിലേക്ക് വെളിപ്പെടുന്നവനാണ് ക്രിസ്തയേശു. അവൻ ദൈവത്തിന് സകലതും കീഴ്പ്പെടണമെന്നുള്ള രീതിയിൽ ഹ്യൂമിലിറ്റി ധരിക്കുന്നു. എന്നാൽ ദൈവം സൃഷ്ടിച്ച ലൂസിഫർ, നമ്മൾ അവൻ്റെ സൃഷ്ടിയെക്കുറിച്ചൊക്കെ വേദപുസ്തകം പറയുന്നുണ്ട്. വളരെ ബൈബിൾ സ്റ്റഡിയുടെ സമയത്ത് ഞാൻ വേണേ ഒന്ന് സൂചിപ്പിക്കാൻ നേരം കിട്ടിയാൽ. അപ്പോൾ അവനെ വളരെ വലിയ ദൈവത്തിൻ്റെ ഒരു നല്ല ക്രാഫ്റ്റ് വർക്കായിട്ട് ദൈവം സൃഷ്ടിക്കുകയാണ് ലൂസിഫറിനെ. അവന് പറയാനുള്ളത് നോട്ട് ഗോഡ്സ് വിൽ ബട്ട് മൈ വിൽ. ഐ വിൽ പുട്ട് മൈ ത്രോൺ അപ്പോൺ ദ മോസ്റ്റ് ഹൈ ദ ഹോളി മൗണ്ടൻസ്. അപ്പോൾ ഞാൻ എന്നുള്ള അവൻ്റെ ബില്ല് പ്രസ്താവിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നു. എന്നാൽ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ഒരു 2 സ്വഭാവങ്ങൾ നമ്മളിവിടെ കാണുന്നു. അവനെക്കുറിച്ച് തിയോളജിയിൽ ഉപയോഗിക്കുന്ന ഒരു ടേമുണ്ട്, ഫിലാന്ത്രോപ്പസ് എന്ന് പറയും. ഫിലാന്ത്രോപ്പസ് എന്ന് പറയുന്ന വാട്ട് ഈസ് ഫിലാന്ത്രോപ്പസ്? അത് ഞാനൊരു ഡെഫിനിഷൻ പറയുകയാണെങ്കിൽ 2 വേർഡിൽ പറയാം. അതിങ്ങനെയായിരിക്കും, ഡിവൈൻ ഹ്യൂമൻ. ഹീസ് ഡിവൈൻ, അവൻ ദൈവമാണ്, ബട്ട് ഹീസ് ഹ്യൂമൻ. ആ 2 സ്വഭാവവും യേശുവിലുണ്ട്. പക്ഷേ മനുഷ്യത്വത്തിൽ വരുന്നപ്പോൾ അവന് 50% ഗോഡും 50% മനുഷ്യനുമല്ല. He was 100% God and 100% man in one package. 100% ദൈവവും 100% മനുഷ്യനുമായിട്ടുള്ള ഒരു ഹോളി പാക്കേജാണ് ക്രിസ്തുവിൻ്റെ ജീവിതത്തോടുള്ള ബന്ധത്തിൽ നാം കാണുന്നത്. അപ്പോൾ അതുകൊണ്ടുള്ള ഗുണം എന്താണ്? ഏറ്റവും ഹീനമായ മരണം മരിച്ചുകൊണ്ട് യാഗമായി കർത്താവായ യേശു ക്രിസ്തു രൂപാന്തരപ്പെടുത്തു. അതുകൊണ്ട് പിതാവാം ദൈവം അവനെ ഏറ്റവും അധികം ഉയർത്തി, സർവനാമത്തിലും മേലായ നാമം അവന് കൊടുത്തു. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ സ്വർഗീയ മഹിമയിൽ നിന്ന് ബേത്ലഹേമിൽ ജനിക്കുക എന്ന് പറയുന്നത് തന്നെ ഒരു ഹ്യൂമിലിറ്റിയാണ്, ഒരു താഴ്മയാണ്.
from the presence of the glorious presence of God, taking birth in a dusty Bethlehem itself was humility. Praise the Lord. അപ്പോൾ താഴ്മയുടെ ഒരു ഉദാഹരണമാണ് യേശു ക്രിസ്തുവിൻ്റെ ജനനം എന്ന് പറയുന്നത് തന്നെ. കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് നോക്കുമ്പോൾ യേശു ക്രിസ്തു ഒരിക്കലും ശുശ്രൂഷിക്കപ്പെടുവാൻ ആഗ്രഹിക്കുന്നില്ല. യേശുവിനെ ശുശ്രൂഷിച്ചവരുണ്ട്, എന്നാൽ യേശു ഒരിക്കലും ശുശ്രൂഷിക്കപ്പെടുവാനല്ല ആഗ്രഹിച്ചത്, ശുശ്രൂഷിക്കുവാനാണ് ആഗ്രഹിച്ചത്. ഹല്ലേലൂയ. ഹി സെർവ്ഡ് ദ സിക്ക് പീപ്പിൾ. രോഗികളെ കർത്താവ് സെർവ് ചെയ്യുന്നുണ്ട്. ഹി സെർവ്ഡ് ദ ഫിഷർമെൻ. ഹി സെർവ്ഡ് ദ ലെപ്പേഴ്സ്. കുഷ്ഠരോഗികളെ ശുശ്രൂഷിക്കുന്നു. ഹി സെർവ്ഡ് ദ സഫറിങ് പീപ്പിൾ. കഷ്ടപ്പെടുന്നവരെ യേശു ശുശ്രൂഷിക്കുന്നു. ഹി സെർവ്ഡ് ദ ഹാർലറ്റ്സ്. കല്ലെറിയപ്പെടേണ്ട വ്യക്തിയെ കർത്താവ് ഇടപെട്ട് രക്ഷിക്കുന്നു. പാപമില്ലാത്തവൻ ആദ്യം അവളെ കല്ലെറിയട്ടെ, അവളെ സംരക്ഷിക്കുന്നു. ഈ യേശു ക്രിസ്തു ഭൂമിയിലേക്ക് വന്നത് സെർവ് ചെയ്യുവാനാണ്, നോട്ട് ടു ബി സെർവ്ഡ്, ശുശ്രൂഷിക്കപ്പെടുവാനല്ല എന്ന് നമ്മൾ കാണുന്നു. ഈ സർവീസ് കർത്താവ് കണ്ടിന്യൂ ചെയ്യുന്നത് മരണം വരെയാണ്. ഹല്ലേലൂയ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ശുശ്രൂഷയുടെ ക്ലൈമാക്സ് നമ്മൾ കാണുന്ന കാൽവറി ക്രൂശിലെ യാഗത്തിലാണ്. ടേക്കിംഗ് ഓൾ ദ ഫിൽത്ത് ആൻഡ് ടേക്കിംഗ് ഓൾ ദ സിൻ ആൻഡ് ജങ്ക് ഓഫ് ദ ഹ്യൂമൻ ബീയിങ് അപ്പോൺ ഹിംസെൽഫ്. എന്നിട്ട് മരിക്കുകയാണ്. എന്നിട്ട് ഉപദ്രവിക്കുന്നവരോട് കുറിച്ച് പ്രാർത്ഥിക്കുകയാണ്, പിതാവേ, ഇവർ ചെയ്യുന്നത് ഇന്നതെന്നറിയായാൽ ഇവരോട് ക്ഷമിക്കണമേ. പ്രൈസ് ദ ലോർഡ്. ഒരു പോയറ്റ് ഇംഗ്ലീഷിൽ അതിനെക്കുറിച്ച് എഴുതിയിരിക്കുന്ന ഇങ്ങനെയാണ്, അതിൻ്റെ വിവർത്തനം ഇങ്ങനെയാണ്: ഈ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ താഴ്മയും സ്നേഹത്തെയും കുറിച്ച് വിവരിക്കുവാൻ എല്ലാ മഹാസമുദ്രത്തിലെയും വെള്ളം മഷിയായി ഉപയോഗിച്ചുകൊണ്ട്, ആകാശത്തെ കടലാസാക്കി ഉപയോഗിച്ചുകൊണ്ട്, സകല മാനവരാശിയും കൂടെ ഒന്നിച്ചെഴുതിയാലും യേശു ക്രിസ്തുവിൻ്റെ താഴ്മയെയും സ്നേഹത്തെയും പ്രദർശിപ്പിക്കുവാൻ അസാധ്യമാണെന്നാണ്. അതുപോലെയുള്ള ഡെപ്ത് യേശു ക്രിസ്തുവിൻ്റെ മനുഷ്യാവതാരത്തിലും യേശു ക്രിസ്തുവിൻ്റെ കാൽവറി ക്രൂശിലെ യാഗത്തിലും കാണുന്നു എന്നാണ് ആ ഇംഗ്ലീഷ് പോയറ്റ് എഴുതിയിരിക്കുന്നത്. അതിൻ്റെ റിസൾട്ട് എന്താണ്? ഹി ഹാസ് ഗിവൺ എ നെയിം വിച്ച് ഈസ് അബവ് ഓൾ അതർ നെയിംസ്. എല്ലാ നാമത്തിലും മേലായ നാമം കർത്താവിന് കൊടുത്തു, ലഭിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നു. കർത്താവ് മരിക്കേണ്ടി വന്നു, ശരിയാണ്, പക്ഷേ അതിനെ തുടർന്നൊരു ഉയർത്തെഴുന്നേൽപ്പുണ്ടായി. യേശു ക്രിസ്തു സ്വർഗാരോഹണം ചെയ്തു, ഇന്ന് സ്വർഗത്തിലാണ്. ഹല്ലേലൂയ, സ്തോത്രം. ഹി ഗോട്ട് ഓൾ ദ ഡൊമിനിയൻ. ഹല്ലേലൂയ. സർവ ഭരണത്തിൻ്റെയും അധികാരം യേശുവിനാണ്. സകല പ്രപഞ്ചത്തെയും ഭരിക്കുന്നത് കർത്താവാണ്. ഒരു മുൾമുടി ധരിച്ചുകൊണ്ടാണ് കർത്താവായ യേശു ക്രിസ്തു ഈ ലോകത്തിൽ ജീവിച്ചത്, തൻ്റെ അവസാനത്തിൽ. എന്നാൽ വെളിപ്പാട് പുസ്തകം 19-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്, അവൻ്റെ തലമേലൊരു കിരീടമുണ്ട്. രാജാതി രാജാവും കർത്താതി കർത്താവുമായിട്ട് നമ്മൾ അവനെ കാണുന്നു. പ്രൈസ് ദ ലോർഡ്. മാനവരാശിക്ക് യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള കാഴ്ചപ്പാട് എന്തായിരുന്നു? യേശുവിൻ്റെ കാലത്ത് സ്വന്തമായവരിലേക്ക് വന്ന, അതായത് യഹൂദന്മാരിലേക്ക് കടന്നു വന്ന യേശു വന്നപ്പോൾ they rejected him. Praise the Lord. അവർ അവനെ ക്രൂശിക്കുക എന്ന് അട്ടഹസിച്ചുകൊണ്ട് കർത്താവിൻ്റെ മരണം കാക്ഷിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നു. എന്നാൽ മനുഷ്യൻ്റെ മനോഭാവം യേശു ക്രിസ്തുവിനെ കുറിച്ച് റിജക്ഷനാണ്. യേശു ക്രിസ്തുവിനെ കുറിച്ച് ഉള്ള താല്പര്യം മരിക്കപ്പെടണമെന്നുള്ളതാണ്. എങ്കിൽ ദൈവത്തിന് ആ കർത്താവായ യേശുവിനെ കുറിച്ചുള്ള പർപ്പസ് എന്താണ്? അവൻ സ്വർഗാരോഹണം ചെയ്യണം എന്ന് മാത്രമല്ല, സകല പവറും അവന് കൊടുക്കണം. എ നെയിം എബവ് ഓൾ അതർ നെയിംസ് ഷുഡ് ബി ഗിവൺ ടു ജീസസ്. അതാണ് കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് പിതാവാൻ ദൈവത്തിൻ്റെ തിരുഹിതം. നമ്മളതേക്കുറിച്ച് എബ്രായ ലേഖനം 1-ാം അധ്യായം 6-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു: ആദ്യജാതനെ പിന്നെയും ഭൂതലത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ദൈവത്തിൻ്റെ സകല ദൂതന്മാരും അവനെ നമസ്കരിക്കണമെന്ന് താൻ അരുളി ചെയ്യുന്നു. പ്രൈസ് ദ ലോർഡ്. എബ്രായ ലേഖനം 1-ന്റെ 6 നമ്മൾ കാണുകയാണ്, ആദ്യജാതനെ പിന്നെയും
ആദ്യജാതൻ എന്നുള്ള അതിൻ്റെ അർത്ഥം യേശു ആദ്യം ജനിച്ചവൻ എന്നുള്ള അർത്ഥമല്ല, മനുഷ്യജന്മം എടുത്തു എന്നുള്ള അർത്ഥത്തിലാണ്. മരിച്ചവരിൽ നിന്ന് ആദ്യജാതൻ എന്നുള്ള അർത്ഥവും അതിന് വേണേൽ കൊടുക്കാം. യേശു ആദ്യജാതൻ എന്നല്ല, യേശു സാക്ഷാൽ സകലത്തെയും ചമച്ച രചിച്ച ദൈവം തന്നെയാണ്. ആദിജാതനെ പിന്നെയും ഭൂതലത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ദൈവത്തിൻ്റെ സകല ദൂതന്മാരും അവനെ നമസ്കരിക്കണമെന്ന് താൻ അരുളി ചെയ്യുന്നു. ത്രിത്വത്തിൽ പിതാവാം ദൈവം പറയുകയാണ്, സകല ദൂതന്മാരും അവനെ നമസ്കരിക്കണം. ദൈവത്തെ മാത്രമേ നമസ്കരിക്കാവൂ എന്ന് സാത്താനെ യേശു ഓർപ്പിപ്പിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നു. എന്നാൽ പിതാവാം ദൈവം അരുളി ചെയ്യുകയാണ്, ദൈവത്തിൻ്റെ സകല ദൂതന്മാരും ഈ പുത്രനെ നമസ്കരിക്കണം. ഹല്ലേലൂയ. അവൻ്റെ ദൈവത്വത്തിൻ്റെ മഹത്വത്തെയും ശ്രേഷ്ഠതയും വെളിപ്പെടുത്തുന്ന ഒരു വാക്യമാണത്. അതുപോലെ എബ്രായ ലേഖനം 1:8 ഇപ്രകാരം കാണുന്നു, പുത്രനോടോ പിതാവാം ദൈവം പുത്രനെ വിളിക്കുന്നത് ഇങ്ങനെയാണ്, ദൈവമേ നിന്റെ സിംഹാസനം എന്നും എന്നേക്കുമുള്ളത്. പിതാവാം ദൈവം പുത്രനെ വിളിക്കുന്നത് ഇങ്ങനെയാണ്, ദൈവമേ നിന്റെ സിംഹാസനം എന്നും എന്നേക്കുമുള്ളത്, നിന്റെ രാജ്യത്വത്തിൻ്റെ ചെങ്കോൽ, ഹല്ലേലൂയ, നേരുള്ള ചെങ്കോൽ, ഹല്ലേലൂയ, thy throne of God is forever and ever. പിതാവാം ദൈവം പുത്രനായ യേശു ക്രിസ്തുവിനെ നോക്കി പറയുക, പുത്രനോട് പറയുകയാണ്, ദൈവമേ നിന്റെ രാജ്യത്വം എന്ന് എന്നേക്കുമുള്ളതാണ്, നീ നിത്യനായ ദൈവമാണ്. നമ്മൾ യാക്കോബിൻ്റെ ലേഖനം 4-ാം അധ്യായം 10-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ ഇവിടെ കാണുന്നു, കർത്താവിൻ്റെ സന്നിധിയിൽ താഴുവീൻ, എന്നാൽ അവൻ നിങ്ങളെ ഉയർത്തും. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ഉയർച്ചയ്ക്കുള്ള ആദ്യപടി താഴ്ചയായിരുന്നു. മനുഷ്യനായി ജന്മമെടുത്ത താഴ്ച, കാൽവറി ക്രൂശിലെ യാഗമാകുന്ന താഴ്ച, നിന്ദിക്കപ്പെടുന്ന താഴ്ച, ലോകത്താൽ പരിഹസിക്കപ്പെടുന്ന താഴ്ച, സ്വന്തം ജനമായ ഇസ്രയേലിനാൽ നിന്ദിക്കപ്പെടുന്ന താഴ്ച, അവനെ ക്രൂശിക്ക എന്ന് അട്ടഹസിക്കുന്ന ശബ്ദം കേൾക്കുന്ന അവസ്ഥ. ആ താഴ്ചയിലൂടെ അവന് ലഭിച്ചത് നിത്യമായ കിരീടം, സകലത്തെയും വാഴുക, ദൂതന്മാർ വാഴുക, സകല പ്രപഞ്ചവും അവനെ അനുസരിക്കുക എന്നുള്ളതാണ്. അങ്ങനെയെങ്കിൽ നമുക്കിതിൽ നിന്ന് ലഭിക്കുന്ന പാഠം എന്താണ്? നമ്മുടെ ഉയർച്ചയ്ക്ക് മുന്നോടി നന്മത്തെ താഴ്ചയാണ്. യാക്കോബ് അപ്പോസ്തലൻ അതിനെക്കുറിച്ച് പറയുന്നതാണ് ഞാൻ വായിച്ചത്, കർത്താവിൻ്റെ സന്നിധിയിൽ താഴ്വീൻ. നമുക്ക് കർത്താവിൻ്റെ സന്നിധിയിൽ എങ്ങനെ താഴാൻ സാധിക്കും? നമുക്ക് താഴ്മ അഭിനയിക്കാൻ സാധിക്കും, താഴുവാൻ സാധിക്കുമോ? എന്നാൽ താഴ്മയുള്ളവരായി തീർന്നാൽ അവൻ നിങ്ങളെ ഉയർത്തും. നിങ്ങൾ സാക്ഷാൽ താഴ്മയുള്ളവരായാൽ നിങ്ങളെ ദൈവം ഉയർത്തുമെന്ന് യാക്കോബ് അപ്പോസ്തലൻ പറയുന്നു. അതുപോലെ 1 പത്രോസ് 5:6 പത്രോസ് അപ്പോസ്തലൻ പറയുന്ന ഒരു വാക്ക് ശ്രദ്ധിക്കണം. അതിങ്ങനെയാണ്, അതുകൊണ്ട് തക്ക സമയത്ത് അവൻ നിങ്ങളെ ഉയർത്തുവാൻ ദൈവത്തിൻ്റെ ബലമുള്ള കൈക്കീഴിൽ താണിരിപ്പീൻ. നമുക്ക് നിന്ന ലഭിച്ചെന്ന് വരാം, പരിഹാസം ലഭിച്ചെന്ന് വരാം, നമുക്ക് ലഭിക്കേണ്ട അല്ലെ അർഹതയുണ്ട് എന്ന് തോന്നുന്ന ബഹുമാനം തന്നില്ലെന്ന് വരാം, ലഭിച്ചില്ലെന്ന് വരാം. ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങളിൽ കർത്താവായി ദൈവത്തിൻ്റെ വചനം പത്രോസ് പറയുകയാണ്, അതുകൊണ്ട് തക്ക സമയത്ത് അവൻ നിങ്ങളെ ഉയർത്തുവാൻ അവൻ്റെ ബലമുള്ള കൈക്കീഴെ താണിരിപ്പീൻ. കർത്താവിൻ്റെ കരത്തിൽ താണിരുന്നാൽ അവൻ നമ്മെ തക്ക സമയത്ത് ഉയർത്തുമെന്ന് പറയുന്നു. അപ്പോൾ നമ്മൾ ഫിലിപ്പിയ ലേഖനം 2 പഠിച്ച കാര്യങ്ങൾ എന്താണ്? ഹല്ലേലൂയ, നിങ്ങൾ ഏക മനസ്സുള്ളവരായിരിക്കണം. ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായം 1-2 വാക്യങ്ങൾ പരീക്ഷിച്ചാൽ അവിടെ കാണുന്ന പദപ്രയോഗങ്ങൾ ഇങ്ങനെയാണ്, നിങ്ങൾ ഏക മനസ്സുള്ളവരായി ഏക സ്നേഹം പൂണ്ട് ഐക്യമെത്തപ്പെട്ട് ഏക ഭാവമുള്ളവരായിരിക്കാൻ ദൈവം നമ്മെ അനുശാസിക്കുന്നു. ഞാനത് മൊത്തം വായിക്കുന്നില്ല, അതിൻ്റെ 2-1-2 ഒന്നുകൂടെ വായിച്ചേക്കാം. ക്രിസ്തുവിൻ്റെ വല്ല പ്രബോധനമുണ്ടെങ്കിൽ, സ്നേഹത്തിൻ്റെ വല്ല ആശ്വാസമുണ്ടെങ്കിൽ, ആത്മാവിൻ്റെ വല്ല കൂട്ടായ്മയുണ്ടെങ്കിൽ, വല്ല ആർദ്രതയും മനസ്സലിവും ഉണ്ടെങ്കിൽ, നിങ്ങൾ ഏക മനസ്സുള്ളവരായി ഏക സ്നേഹം പൂണ്ട് ഐക്യമത്യപ്പെട്ട് ഏക ഭാവമുള്ളവരായി ഇങ്ങനെ എൻ്റെ സന്തോഷം പൂർണ്ണമാക്കുവീൻ. അപ്പോൾ കർത്താവിൻ്റെ സന്തോഷം നമുക്ക് യേശുവിൻ്റെ മാതൃക സ്വീകരിച്ച് പൂർണ്ണമാക്കണമെങ്കിൽ പറയുന്ന കാര്യങ്ങളാണ്. നമുക്ക് ഐക്യത ഉണ്ടായിരിക്കണം, ഏക മനസ്സ്, ഏക സ്നേഹം, ഐക്യമത്യം, ഏകഭാവം ഉണ്ടായിരിക്കണം. അങ്ങനെ എൻ്റെ സന്തോഷം പൂർണ്ണമാക്കുവാൻ യേശു കൽപ്പിക്കുന്നു. നമ്മുടെ ചർച്ചിൽ ആരാധനയിൽ കടന്നു വരുന്ന വ്യക്തികളോട്, നമ്മുടെ ബിസിനസ്സിലോ ജോലിയിലായിരിക്കുന്നെങ്കിൽ അവിടെ, നമ്മുടെ ഭവനത്തിൽ ഈ ക്രൈസ്റ്റ് ലൈക്കഡ്നെസ്, യേശു ക്രിസ്തുവിൻ്റെ സ്വഭാവം നമ്മുടെ ജീവിതത്തിൽ അനുവർത്തിക്കുവാൻ
നമ്മളോട് ദൈവവചനം ഉദ്ബോധിപ്പിക്കുന്നു. അപ്പം നമുക്ക് വിനയമുണ്ടെന്ന് നമുക്ക് തോന്നിക്കഴിഞ്ഞാൽ അത് പോയി. ഞാൻ താഴ്മയുള്ളവനാണെന്ന് നമുക്ക് തന്നെ ഒരു തോന്നൽ വരുമ്പോൾ എന്ത് പറ്റും? ആ താഴ്മ പോയി. അപ്പം നമുക്ക് അതിൽ ഒരു സന്തോഷിക്കുക. എന്നാൽ അങ്ങനെ ഒരു തോന്നലില്ലാതെ നിഷ്കളങ്കരായി നമ്മൾ ദൈവത്തെ അനുസരിക്കുവാൻ ദൈവം നമ്മെ പഠിപ്പിക്കുന്നു. ഈ സദൃശ്യവാക്യം 16:18 ഒരു വാക്യമുണ്ട്, അതെല്ലാവർക്കും അറിയാം. പ്രൈഡ് ഗോത്ത് ബിഫോർ ദ ഡിസ്ട്രക്ഷൻ. ഹല്ലേലൂയ. നാശത്തിന് മുമ്പ് ഗർവം. മലയാളത്തിൽ അത് കുറേ കൂടെ സിമ്പിളറായിട്ടാണ് എഴുതിയിരിക്കുന്നത്. നാശത്തിന് മുമ്പ് ഗർവം. അപ്പോൾ നമ്മൾ ഒരിക്കലും അഹങ്കരിക്കുകയോ ഉന്നതഭാവം ചിന്തിക്കുകയോ ചെയ്യാതെ ക്രിസ്തുവിൻ്റെ മനോഭാവമുള്ളവരായിരിക്കാൻ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. നമുക്ക് ഈ അഹങ്കരിച്ച ചിലരെക്കുറിച്ച് ഒന്ന് ചിന്തിക്കാം. ഏറ്റവും മനോഹര രൂപിയായി സൃഷ്ടിച്ച ദൈവത്തിൻ്റെ സൃഷ്ടി എന്ന് പറയുന്നത് ലൂസിഫറാണ്. പക്ഷെ അവൻ അഹങ്കരിച്ചു. വാട്ട് ഹാപ്പൻ? ഹി വാസ് കിക്ക്ഡ് ഔട്ട് ഓഫ് ഹെവൻ. അഹങ്കരിച്ച ലൂസിഫറിനെ ഏറ്റവും മനോഹര രൂപിയായി സൃഷ്ടിച്ചതാണ്. പക്ഷേ കാലുകൊണ്ട് തട്ടി അവനെ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കുന്നു. ആദമിനെയും അവയെയും തൻ്റെ രൂപത്തിലും സാദൃശ്യത്തിലും ഏദനിലാക്കി. പക്ഷേ ദൈവത്തെ വിട്ട് അവർ അഹങ്കരിച്ചപ്പോൾ എന്തു പറ്റി? അവരെ ഏദനിൽ നിന്ന് പുറത്താക്കി. ശൗൽ ആദ്യം ജീവിതത്തിൻ്റെ ആരംഭഘട്ടങ്ങളിലൊക്കെ വളരെ താഴ്മയുള്ളവനായിരുന്നു. പക്ഷേ അവസാനത്തിൽ വന്നപ്പോൾ ഗർവിയായി തീർന്നു. അവനെ രാജസ്ഥാനത്ത് നിന്ന് നീക്കി. ഹാമാനെക്കുറിച്ച് നമ്മൾ കാണുമ്പോൾ അവൻ പേർഷ്യൻ സാമ്രാജ്യത്തിലൊക്കെ ഏറ്റവും വലിയ അധിപനായി 120 സംസ്ഥാനങ്ങളുടെ ഇന്ത്യ തൊട്ട് എത്യോപ്യ വരെയുള്ള എല്ലാ രാജ്യങ്ങളുടെയും അധീപനായിരുന്ന രാജാവിൻ്റെ പ്രൈം മിനിസ്റ്ററായിട്ടിരിക്കുക. പക്ഷെ അവൻ അഹങ്കരിച്ചു. അവൻ്റെ അഹങ്കാരം മൂത്തപ്പോൾ എന്തായി? അവനെ ഹാങ് ചെയ്യേണ്ടി വന്നു. അപ്പോൾ അഹങ്കാരത്തിൻ്റെ ശിക്ഷ നിശ്ചയമായി നമ്മൾ തിരുവചനത്തിൽ കാണുന്നുണ്ട്. തിരുവചനം നമ്മെ ഉത്ബോധിപ്പിക്കുന്നത് ക്രിസ്തുവിനെ നോക്കുക, അവനെ മാതൃകയാക്കുക, അവൻ്റെ താഴ്മ നാം നമ്മെ ധരിക്കുക. ഹല്ലേലൂയ. നാം താഴ്മയുള്ളവരായിരിക്കുന്നുവെങ്കിൽ തക്ക സമയത്ത് അവനെ നമ്മെ ഉയർത്തും എന്ന് തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നു. ഹല്ലേലൂയ. കർത്താവായ യേശു ക്രിസ്തു താഴ്മ ധരിച്ച് ക്രൂശ് മരണം പ്രാപിച്ചുവെങ്കിൽ നമുക്ക് എന്തുകൊണ്ട് താഴ്മ ധരിച്ചുകൊണ്ട് നിത്യജീവനെ പ്രാപിച്ചുകൂടാ? ഹല്ലേലൂയ, സ്തോത്രം. നാം ലക്ഷ്യം വയ്ക്കുന്നത് നിത്യജീവനാണ്. യേശു ഹ്യൂമിലിറ്റി ധരിച്ചു, കാൽവറി ക്രൂശിൽ യാഗമായി മരണം വരിച്ചു. നമുക്ക് താഴ്മ ധരിച്ചുകൊണ്ട് യേശുവിനെ സ്വീകരിച്ചുകൊണ്ട് നിത്യജീവങ്കിലേക്ക് മുന്നേറാം. അതാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. നമുക്ക് ജീവിതത്തിൽ ഒന്നും ബ്രാഗ് ചെയ്യുവാനില്ല. ഞാൻ അതാണെന്നോ ഇതാണെന്നോ ഒന്നും നമ്മെക്കുറിച്ച് പ്രശംസിക്കുവാനില്ല. നമുക്ക് ക്രിസ്തുവിനോട്, കർത്താവ്, എനിക്ക് നിന്നെ ആവശ്യമാണ്. നീ എൻ്റെ ഹൃദയാന്തർഭാവത്തേക്ക് കടന്നു വന്ന് എന്നെ നീ ഇച്ഛിക്കുന്ന രീതിയിലുള്ള താഴ്മ ധരിച്ചുകൊണ്ട് വിശ്വസ്ത ജീവിതം നയിപ്പാൻ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ജീവിതത്തിൽ നമുക്ക് മുന്നേറാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കും, സഹായിക്കും. മേ ഗോഡ് ബ്ലെസ് യു ഓൾ.